കോട്ടയിലെ വീരാംഗനയായ പൊന്നിയമ്മയെയും കുട്ടിയമ്മയെയും മുഖം കാണിക്കാനായിട്ട് പുലേനാർ നാട്ടിൽ നിന്നും വരികയാണ്. എടുത്തു. വന്നത് പെൺമണിക്കോട്ടയ്ക്ക് ചോര കൊടുത്ത് വളർത്താനോ അതോ കണ്ണീര് ചൊരിഞ്ഞ് താർത്താനോ? ഉള്ളത് പറയണമല്ലോ. പേരും പുറപ്പും നടത്തി, മുളയൂട്ടും താരാട്ടും നടത്തി, ആണുങ്ങളുടെ ആട്ടും തുപ്പും കെട്ടും മതിയായി തമ്പുരാട്ടി. കൊള്ളാം, ഉശിരുള്ള പെണ്ണ്. പൊന്നു തമ്പുരാട്ടി, അടിയന്റെ മക്കളാണ് ഈ രണ്ട് പെൺകിടാങ്ങളും. ഇവിടെ അടിയറ വയ്ക്കാൻ അടിയൻ കൂട്ടിക്കൊണ്ടുവന്നതാണ്. ഇവളുടെ പേര് കണ്ണച്ചി, ഇവളുടെ പേര് അമ്പിച്ചി, അടിയന്റെ പേര് തങ്കച്ചി. പൊന്നു തമ്പുരാട്ടി, ഈ മുഖത്തോട്ടൊന്നും നോക്കണം. അടിയന്റെ തൽ സ്വരൂപമല്ലേ. അഴകും ആവേശവുമുള്ള പെണ്ണുങ്ങൾ. പക്ഷെങ്കിൽ ഈ കോട്ടയിലെ മുറതെറ്റി നടന്നാലോ, ഏതെങ്കിലും ഒരു പുരുഷനെ പറ്റി മനസ്സാൽ വിചാരിച്ചാലോ വാളിനിരയാകും. ഈ അമ്മയാണ്, ഈ ചേച്ചിയാണ്, ഈ നിൽക്കുന്ന എന്റെ പൊണ്ണ ചേച്ചിയാണ്. ഒരു പുരുഷനെയും മനസ്സാവാത ഞാൻ ഓർക്കില്ല. ഇത് സത്യം. എന്റെ പ്രായത്തിന് ഇനി ഓർത്തിട്ട് വലിയ കാര്യമൊന്നുമില്ല. മക്കളെ പറഞ്ഞത് കേട്ടില്ല? സത്യം സത്യം സത്യം. ആരെവിടെ? വിളിച്ചോണ്ട് പോകും. പുറംനാട്ടിലുള്ള പെണ്ണുങ്ങൾ നമ്മുടെ ഭാഗത്തേക്ക് വരണുണ്ട് പൊന്നിയമ്മേ. അത് ആ കാണുന്നതാണ് നമ്മുടെ ആയുധപുര. അതിനപ്പുറം കൂട്ടുപുര. അയ്യോ, കൂട്ടുപുരയെന്ന് കേട്ടാ മുൻമനകത്തോട്ട് കയറും. 10 പെറ്റ വയറല്ലേ. ഇവിടെ എന്താ പറ? അയ്യോ, അതിനകത്തൊരു പെണ്ണ് കിടക്കുന്നല്ലോ. അവളാണ് മദിരാക്ഷി. ഇവൾ മനസ്സുകൊണ്ടൊരു പുരുഷനെ പ്രേമിച്ചു. അയ്യോടെ പെണ്ണ് മനസ്സുകൊണ്ട് പുരുഷനെ പ്രേമിച്ചാൽ മറ്റുള്ളവരെങ്ങനെ അറിയും? അതെ, പെണ്ണുറക്കത്തിൽ കിടന്ന് വിളിച്ചു പറഞ്ഞു, എന്റെ വിളിച്ചു പറയല്ലേ, അവര് തല കൊയ്യും. ഇനി എല്ലാവരും കണ്ണടക്കി നടക്കി. നമ്മൾ എന്തിനാണ് കണ്ണടച്ചിട്ട് നടക്കുന്നത്? ആ തടവറയിൽ കിടക്കുന്ന മനുഷ്യനെ സ്ത്രീകൾ ആരും കണ്ടുകൂടാ. പൊന്നിയമ്മയ്ക്ക് പുടവ കൊടുത്തിട്ട് ഗുരുവെന്ന് ചൊല്ലി പിന്തിരിഞ്ഞ ദ്രോഹി ദുർഗാദാസൻ. അയ്യോ, നീ ഇവിടെ നിന്നാലേ പൊന്നിയമ്മ തലയെടുത്ത് കളയും. നടക്കും നടക്കും. ഇത് വലിയ അതിശയമായിരിക്കുന്നല്ലോ. കണ്ണപ്പനുണ്ണി, അവന്റെ മുഖത്തെ ആ വലിയ മീശ ഒഴിച്ചാൽ നിങ്ങൾ രണ്ടുപേരെയും കണ്ട ഒരുപോലെ ഇരിക്കും. ഇതിന്റെ പുറകിൽ എന്തോ ഒരു രഹസ്യമുണ്ട്. അവന്റെ അച്ഛനമ്മമാരെ പറ്റി നമുക്കൊന്നറിയണം. ശരിയാ, സൂക്ഷിച്ചു വേണം പയറ്റുന്നത്. നമ്മുടെ കള്ളി വെളിച്ച തയ്യാറായി, പശുവിട്ടുകളൊക്കെ ഇളകി തുടങ്ങി. അത് അവര് വരുന്നു. നിങ്ങളെല്ലാം കളരിയിൽ അംഗം പിടിച്ചതാണോ? എന്റെ അച്ഛൻ 100 കളരിയിൽ ആശാനായിരുന്നു. ഇവളുടെ അച്ഛന്റെ ചുരിക തടുക്കാൻ എന്നെ കൊണ്ട് മാത്രമേ സാധിച്ചിട്ടുള്ളൂ. കൊള്ളാം, നല്ല ഉശിരുള്ള പെണ്ണുങ്ങൾ. ഇന്നത്തേക്ക് ഇത് മതി. എല്ലാരും കുളിക്കാൻ പോകും. സൗന്ദര്യമുള്ള എത്രയോ പെൺകിടാങ്ങൾ എന്റെ കൺമുമ്പിൽ കൂടി കടന്നുപോയിട്ടുണ്ട്. പക്ഷേ പൊന്നിയമ്മ എന്റെ കരളിൽ കൂടിയിരുന്നു. അപ്പം പുറപ്പെടുന്ന കുഞ്ഞിദേവി അതിപ്പോ എന്നെ ഓർമ്മിപ്പിക്കാതെ. തങ്കക്കുടം പൊന്നിയമ്മയുമായിട്ട് അന്തി ഉറങ്ങണമായിരിക്കും ഇല്ലേ? അതെ, അതിനുവേണ്ടി എന്റെ ജീവൻ വരെ നഷ്ടപ്പെടാൻ ഞാൻ തയ്യാറാണ്.
ഞാൻ മേലെ തേച്ച് തരട്ടെ. എടി പെണ്ണ, എന്റെ പുറം ഒന്ന് തേച്ച് തരുമോ? അയ്യോ, നിങ്ങളെന്താ റൗക്കി കഴിക്കാതെ വിളിക്കുന്നത്? പുരുഷന്മാരുടെ മുഷ്ക അവസാനിപ്പിച്ചിട്ടല്ലേ ഉറക്കത്തെ കഴിക്കുള്ളൂ. എടീ കണ്ണജി, ചെറുകയിൽ വെള്ളം താരും. അല്ല പനിയോ ജലദോഷമോ വല്ലതും വരും, തുമ്മല് വരും. അപ്പോഴേ ഇങ്ങനെ കളിച്ചോണ്ടിരുന്നാലേ, അല്ല കുളിച്ചോണ്ടിരുന്നാലേ വീട്ടിലെത്തണ്ടേ? ഏത് വീട്? ഈ താമരക്കുളം, തങ്കക്കുളം. നേരം വെളുക്കുന്നതിന് മുമ്പ് ഈ പൂവൊന്ന് മണപ്പിച്ചില്ലെങ്കിൽ ഞാൻ മരിച്ചു പോകും. വരൂന്നേ. പെണ്ണിനെക്കോട്ടിൽ പുരുഷന്മാർക്ക് വാഴാമോ? ഇല്ല. അതാ അവിടെ ഒരാൾ ഉണ്ടും ഉറങ്ങിയും സുഖിച്ചും കഴിയുന്നു. എവിടെ? അവിടെ. എനിക്ക് ഉടനെ അവന് തല അണിയണം. വരൂ. അവൻ എവിടെ ഒളിച്ചിരിക്കുന്നു? അവന്റെ തല ഞാൻ അണിഞ്ഞു കളയും. പറയും. അതാ നോക്കണം, എല്ലാം കഴിഞ്ഞ ഒരു പുരുഷൻ കിടക്കുന്നു. ദുർഗാദാസൻ. അയാളുടെ ദുർഗാദാസ പെണ്ണ. അല്ല, ഉഷിരുള്ള ആണ്. പണ്ടൊരിക്കൽ എന്റെ ജീവൻ രക്ഷിച്ചതിന്റെ പേരിൽ കൊല്ലാതെ അറയിലിട്ടിരിക്കാണ്. പറയും, ഈ പുരുഷനെയും ഈ കോട്ടയ്ക്കുള്ളിൽ വേണ്ടെങ്കിൽ ഈ നിമിഷം തന്നെ വെളിയിൽ തള്ളാം. പറയും. നേരാണ് കുഞ്ഞമ്മേ, എണ്ണയും തീയും അടുത്തടുത്ത് വേണ്ട. എന്തോന്നാ ഒരു ദുർഗന്ധം? കുഞ്ഞിന്റെ ശരീരത്തിൽ കിടക്കുന്ന വസ്ത്രത്തിൽ നിന്നാണ് ഈ ദുർഗന്ധം എല്ലാം വരുന്നത്. അത് അഴിച്ചെന്റെ മോളുടെ കൈ കൊടുക്കാമെങ്കിൽ അവള് ശുദ്ധമായിട്ട് കഴുകി ശരിപ്പെടുത്തി. തള്ളക്കെങ്കിലും ഒരു അലിവ് തോന്നിയല്ലോ. ചേട്ടാ, ആ കഴുത്തിൽ കിടക്കുന്ന പുതിനകമാരെ എനിക്കൊന്ന് തരുമോ? ഉള്ളത് തന്നെ മോള് രാത്രി ഉറങ്ങുമ്പോ പിച്ചിമ്പയും പറച്ചിലും രാപ്പനിയും ഒക്കെ ഉണ്ട്. പുലിനഹന്മാരെ കഴിച്ചിട്ടുണ്ട് കിടന്ന പേടിയൊക്കെ മാറും. വസ്ത്രം എല്ലാം അഴിച്ചു തരണം. അങ്ങോട്ട് നോക്കാടി, ഇങ്ങോട്ട് നോക്കാം, ഇങ്ങോട്ട് നോക്കാം. ആരത്? ഞാൻ തന്നെ, തങ്കച്ചി. അകത്ത് വരും. ദുർഗാദാസൻ വന്നു നിൽക്കുന്നു. ഈ രോഗി എന്തിനെ മുമ്പിൽ കൊണ്ടുവന്നു? കഴുകുമരത്തിലേറുന്നതിന് മുമ്പ് ഗുരുവിനെ തൊട്ട് വന്നിച്ചിട്ട് പോകാമെന്ന് കരുതി. ക്ഷമിക്കണം. നിർത്തോ കോഴി. ഈ ദ്രോഹിയെ കൊണ്ടുപോയി കോട്ടയ്ക്ക് വെളിയിൽ കണ്ടു. അറിവ് വരാൻ അല്പം വൈകിപ്പോയി. ആ പാദങ്ങൾ തൊട്ട് തൊഴുതിട്ട് പോകാൻ ഒന്ന് അനുവദിക്കണം പൊന്നിയമ്മേ. അവസാനത്തെ ആഗ്രഹമല്ലേ, അനുവദിക്കും. ഇല്ല, ഞാൻ അനുവദിക്കില്ല. ജീവൻ രക്ഷിച്ചെന്നോ കുടവട തന്നെന്നോ ഗുരുവാണെന്നോ? അതെ, എന്റെ ജീവൻ രക്ഷിച്ച പുരുഷൻ, എനിക്ക് പുളവ തന്ന പുരുഷൻ, എല്ലാ ആശകളും തന്ന് ഒടുവിലെല്ലാം തിരിച്ചെടുത്ത ദുഷ്ടൻ. കൊണ്ടുപോകൂ. ക്ഷമിക്കും പൊന്നിയമ്മേ. ആന കൊടുത്താലും ആശ കൊടുക്കരുന്നുള്ള പ്രമാണം ഞാനങ്ങ് മറന്നുപോയി. ബുദ്ധി വന്നപ്പോ ആ വെണ്ണ ഉരുകിയെന്നോ? പൊന്നിയമ്മ, ബുദ്ധി വന്നപ്പോൾ ഇദ്ദേഹത്തിന്റെ വെണ്ണ ഉരുകിപ്പോയി പൊന്നിയമ്മേ. ഇല്ല, നിങ്ങളെ ഇനി ഞാൻ വിശ്വസിക്കില്ല. പൊന്നിയമ്മേ, സ്ത്രീകളായിട്ട് നമ്മൾ രണ്ടുപേരും മാത്രമല്ലേ ഈ അറക്കകത്തുള്ളൂ. വേറെ ആരെങ്കിലും നോക്കുന്നുണ്ടോ എന്ന് ഞാൻ നോക്കിയിട്ട് വരാം. ഈ ദക്ഷിണ ഒന്ന് വച്ചോട്ടെ. പൊന്നിയമ്മേ, പൊന്നിയമ്മേ, ഇതാ ദക്ഷിണ. കൈ നീട്ടിയാട്ടെ പൊന്നിയമ്മേ, കൈ നീട്ടിയാട്ടെ പൊന്നിയമ്മേ. ഓം ഗുരുവേ നമഃ, ഓം ഗുരുവേ നമഃ. പൊന്നിയമ്മേ, പൊന്നിയമ്മേ, ഈ ദക്ഷിണം തന്നിട്ട് പോകാൻ മാത്രമേ ഈ ശിക്ഷന് സാധിക്കുകയുള്ളൂ. എന്നെ അനുഗ്രഹിക്കൂ പൊന്നിയമ്മേ. സ്വന്തം കണ്ണീരിൽ നീട്ടി നീട്ടി എന്നെ മാണിക്യമാക്കി മാറ്റിയ എന്റെ പൊന്നിയമ്മയെ മറ്റാർക്കും ഞാൻ കൊടുക്കില്ല.
കുഞ്ഞമ്മേ 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 ശിഷ്യ ഗുരുവിന് ദക്ഷിണ കൊടുത്തു കഴിഞ്ഞു. തൊഴി, എനിക്ക് വേണ്ടി ഒരു ഉപകാരം ചെയ്യണം. അയ്യോ വേണ്ട, അല്ലല്ല കൊല്ലണം. പക്ഷേ ഇപ്പൊ കൊണ്ടുപോയി തടവറയില്. അയ്യോ വേണ്ട, അതെ ഞാൻ പറഞ്ഞിട്ട് മതി. കൊണ്ടുപോകൂ. ദുഷ്ട നടക്കൂ. ആ